കൊല്ലം നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലയിലും വികസന സ്തംഭനമാണുള്ളത്. KSRTC ബസ് സ്റ്റാൻഡ് നോക്കണം. കേരളത്തിൽ ഒരിടത്ത് പോലും ഇത്രയും ദയനീയമായ സ്ഥിതിയുള്ള ഒരു സാഹചര്യം ഇല്ല. ഇവിടെ ഉണ്ടായിരുന്ന DTO ഓഫീസ് കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോയി. ഇവിടുത്തെ ജനപ്രതിനിധി മിണ്ടിയില്ല. പുള്ളി അറിഞ്ഞിട്ട് പോലും ഉണ്ടായില്ല. പുള്ളി സിനിമയിലായിരിക്കും, അറിയില്ല അത്തരം കാര്യങ്ങളൊന്നും. അങ്ങനെ ആ DTO ഓഫീസ് KSRTC ഓഫീസ് ഷെഡ്യൂൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ജില്ലാ ആസ്ഥാനത്തുള്ള ഓഫീസ് തകർന്ന് തരും. ഏത് നിമിഷവും നിലം പൊത്താറാവുന്ന രീതിയിലാണ്. അത് പുതിയൊരു കെട്ടിടം പണിയാൻ ഒരു നടപടിയും എടുത്തിട്ടില്ല. കൂട്ടിമുട്ടാത്ത പാലം. നമ്മളൊക്കെ സ്കൂളില് 7 അത്ഭുതങ്ങൾ, ലോകാത്ഭുതങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇവിടെ കൊല്ലത്ത് കുറെ അത്ഭുതങ്ങളുണ്ട്. ഇവര് പാലം പണിയാൻ ജനങ്ങൾ എത്രയോ വർഷമായിട്ട് ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ ജനകീയ ആവശ്യമായ പാലം പണി കൂട്ടിമുട്ടാത്ത പാലങ്ങളാണ്. കോടിക്കണക്കിന് രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിച്ച് യാതൊരു ആസൂത്രണവും ഇല്ലാതെ തോന്നിയ പടിക്ക് സർക്കാർ ജനങ്ങളുടെ പണം വിനിയോഗിക്കുന്ന യാതൊരു ദീർഘവീക്ഷണവും ഇച്ഛാശക്തി ഇല്ലാത്ത ജനപ്രതിനിധികൾ, പ്രത്യേകിച്ചും കൊല്ലത്തെ ജനപ്രതിനിധിയുടെ കഴിവുകേട് കൊണ്ട് ആ പാലങ്ങൾ, അത് തേവള്ളി പാലമായാലും പെരുമൺ പാലമായാലും കൂട്ടിമുട്ടാത്ത പാലങ്ങളായി നിൽക്കുകയാണ്. പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണ്. ഇത് മീനമാസമാണ്. കൊടും ചൂടിൽ ജനം വരളുകയാണ്. കുടിവെള്ളം കിട്ടാനില്ലാതെ എത്രയോ പ്രദേശങ്ങൾ ബുദ്ധിമുട്ടുണ്ടെന്നറിയോ? വലിയ പ്രയാസമാണ്. ജനപ്രതിനിധികളൊക്കെ, ലോക്കൽ കൗൺസിലർമാരൊക്കെ വളരെ കഷ്ടപ്പെട്ട് സ്വന്തം കയ്യിൽ നിന്ന് കാഴ്ച നിന്നും കോർപ്പറേഷൻ വളരെ കഷ്ടപ്പെട്ടൊക്കെ വെള്ളം കൊടുക്കുന്നത്. കാരണം ഇതിനുള്ള ഒരു സാഹചര്യങ്ങളും കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ ഇവർ ഒരുക്കിയിട്ടില്ല. എല്ലാ മേഖലയും തകർത്തിരിക്കുക. ചെറുപ്പക്കാർ തൊഴിലില്ലാതെ കഷ്ടപ്പെട്ട് നടക്കുന്നു. അവരുടെ തൊഴിൽ അവസരങ്ങൾ മുഴുവൻ CPM-കാരുടെ പാർട്ടിക്കാരും ഇഷ്ടക്കാരും ബന്ധുക്കളും കൊണ്ടുപോകുമ്പോൾ പഠിച്ച് PSC പരീക്ഷ റാങ്ക് ലിസ്റ്റ് കയറിയ കുഞ്ഞുങ്ങൾ കണ്ണുനീരും കൈയുമായി കഴിയുന്നു. സമസ്ത മേഖലകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ കാര്യമായി ഒന്നും ഈ മണ്ഡലത്തിൽ കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു വികസനവും ഇല്ലാത്ത നാടായി ഈ നഗരമണ്ഡലം മാറിയിരിക്കുന്നു. കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം പ്രൗഢമായ പാരമ്പര്യമുള്ള ഒരു നാടാണ് കൊല്ലം. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ചരിത്രാതീത കാലം തൊട്ട് ലോകമെമ്പാടുമുള്ള വ്യാപാരികൾ എത്തി വ്യാപാരം നടത്തിയ ചിന്നക്കടയും ചാമക്കടയും പോലുള്ള സ്ഥലങ്ങൾ, ആ മഹിതമായ പാരമ്പര്യം, അതൊക്കെ ഇപ്പൊ ശവപ്പറമ്പ് പോലെ അശാസ്ത്രീയമായ വികസന പ്രവർത്തനങ്ങളും യാതൊരു ദീർഘവീക്ഷണവും ഇല്ലാത്ത നടപടിക്രമങ്ങളും കൊണ്ട് ഈ നാട് മുടിഞ്ഞിരിക്കുക. ഈ ദുരവസ്ഥയിൽ നിന്ന് നാടിനൊരു മോചനം വേണം.